നമസ്കാരം. അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ, അവിടെ കുറച്ച് ആളുകളെ കൊന്നാൽ, കുറച്ച് ആളുകൾക്ക് പരിക്കേറ്റാൽ, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ചില ആളുകൾക്ക് അത്തരം വാർത്ത കേൾക്കുന്നത് ഒരു സുഖമാണ്, വലിയ സന്തോഷമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാനിലേക്ക് ഉണ്ടാകുമ്പോൾ ഒട്ടും ഭയപ്പെടാതെ അവർ നടത്തുന്ന തിരിച്ചടികളുണ്ട്. ആ തിരിച്ചടികളെ കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ തിരിച്ചടിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ കുറിച്ച് പറഞ്ഞാൽ ഇത്തരക്കാർക്ക് ദഹിക്കാറില്ല. ഉടനെ അവർ തെറിവിളിയായി, കൂട്ടക്കരച്ചിലായി. എന്തായാലും കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇറാനിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ പാലം അമേരിക്ക ബോംബ് വെച്ച് തകർത്തു. ഇത് ഇറാന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ അവിടെ കുറച്ച് ആളുകൾ കൊല്ലപ്പെടുകയും കുറച്ചധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തെ തുടർന്ന്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടായപ്പോൾ ഇറാനിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഈ സമയത്ത് തെരുവിലാണ്. ആയത്തുള്ള അലി ഖംനായിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് വരുന്ന ആളുകൾ ഇതുപോലെ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് തെരുവിലുണ്ട്. എന്നാലും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ചങ്കൂറ്റത്തോടുകൂടി, ധൈര്യത്തോടുകൂടി ഇവർ അമേരിക്കക്കെതിരെ തിരിച്ചടിച്ചു. ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കുമാണ് ഇറാന്റെ ആദ്യ തിരിച്ചടി ഉണ്ടായത്. ശക്തമായ തിരിച്ചടിയായിരുന്നു. വലിയ നഷ്ടങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളിലേക്കും നടത്തിയ തിരിച്ചടിയിൽ ഉണ്ടായിട്ടുണ്ട്. 13ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. അവർ വെറുതെ ഇരുന്നില്ല, വീണ്ടും അവർ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. അതായത് ഖത്തറിലേക്കും അതുപോലെ തന്നെ ഇവിടെ അമേരിക്കയുമായി ബന്ധമുള്ള ജോർദാനിലേക്കുമാണ് പിന്നീട് അവർ തിരിച്ചടി നടത്തിയത്. ജോർദാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിനു നേരെ 10ഓളം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഈ ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ, ഈ രാജ്യങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് ഇവിടെ അവരുടെ വ്യോമതാവളങ്ങളെ ആക്രമിച്ചത്. ഖത്തറിൽ അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽ സംവിധാനത്തിന് നേരെ ആക്രമണം നടത്തി. ഈ പാട്രിയോട്ട് മിസൈൽ എന്ന് പറയുന്നത് അമേരിക്ക ഇവിടെ ഈ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. പൊതുവെ ഇത്തരത്തിലുള്ള പാട്രിയോട്ട് മിസൈലുകളുടെ കടുത്ത ക്ഷാമം അമേരിക്ക നേരിടുന്നുണ്ട്. അതായത് ചെറിയ ഷഹദ് ഡ്രോണുകളും അതുപോലെ തന്നെ വില കുറഞ്ഞ മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് അമേരിക്കയുമായി സഖ്യത്തിലുള്ള രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിരവധി മിസൈലുകൾ ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നു. അങ്ങനെ പാട്രിയറ്റ് മിസൈലിന്റെ വലിയ ഒരു ക്ഷാമം അനുഭവിക്കുന്ന സമയത്താണ് ഈ മിസൈൽ സംവിധാനത്തെ തന്നെ നിശ്ചലമാക്കും വിധത്തിലുള്ള ഒരു ആക്രമണം ഖത്തറിലേക്ക് ഉണ്ടായത്. എന്തായാലും ഈ ഒരു ആക്രമണത്തെ തുടർന്ന് അമേരിക്ക തൽക്കാലം ഇറാനെതിരെ തുടർന്ന് നടത്താനിരുന്ന എല്ലാവിധ ആക്രമണങ്ങളും നിർത്തിവെച്ചു എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഇക്കാര്യം പറയുമ്പോൾ ചില ആളുകൾക്കൊന്നും അത്ര സുഖിക്കാനുള്ള സാധ്യതയില്ല. കാരണം അമേരിക്ക ഇങ്ങനെ സ്കോർ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിലേ അവർക്ക് ആ വാർത്ത കേൾക്കാൻ സുഖമുള്ളൂ, താല്പര്യമുള്ളൂ. അമേരിക്കക്ക് ഒരു അടി കിട്ടി എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന് ഒരു അടി കിട്ടി എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ദഹിക്കില്ല. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വീണ്ടും അത്തരക്കാരൊക്കെ രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ ഉള്ള കാര്യം പറഞ്ഞേ മതിയാകൂ. എന്തായാലും ഇവിടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കാര്യമായ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചപ്പോൾ, അത് നിശ്ചലമായപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ചർച്ച നമുക്ക് തുടരാം, ജീവൻ കിട്ടിയാൽ മതി എന്നാണ്. ഇസ്രായേലിന്റെ ഇന്റലിജൻസ്, മൊസാദ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ ട്രംപ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളെ ഏത് സമയത്തും കൊല്ലാം. നിങ്ങളാണ് ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ലിസ്റ്റിലും 1ാം സ്ഥാനത്ത് നിങ്ങളാണ് ഉള്ളത്. നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം, സമയമായിരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ കൂടെ നിർത്തി ഇറാനെ ആക്രമിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ട്രംപിനാണെങ്കിൽ മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ്. ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാകാനും ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാനും ഒക്കെ ഇറാൻ അത്തരത്തിലുള്ള ഇവിടെ ട്രംപിന്റെ ചില കുറവുകൾ ഇറാൻ കൃത്യമായി ഉപയോഗിച്ചു. അതായത് ട്രംപിന്റെ പേടി ഇറാൻ അത് കൃത്യമായി ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അത് ഉപയോഗിച്ചു. ട്രംപിനെ വിരട്ടി കാര്യങ്ങൾ നടത്തിയെന്ന വാർത്തയാണ് പുറത്തു വന്നത്. മാനസിക വിദഗ്ധന്മാരുടെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ സഹായം ഇറാൻ സ്വീകരിച്ചു, ട്രംപിനെ വരച്ച വഴിക്ക് കൊണ്ടുവന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇസ്രായേലും ഇപ്പോൾ ആ തന്ത്രം പയറ്റുകയാണ്. ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം, ഇറാന്റെ എല്ലാ ലിസ്റ്റിലും നിങ്ങൾ 1ാം സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞ് ട്രംപിനെ പേടിപ്പിച്ചു. എന്തായാലും ഇസ്രായേൽ പറഞ്ഞതിൽ കുറച്ച് കാര്യമില്ലാതില്ല. പ്രത്യേകിച്ച് ഇവിടെ ഖത്തറിലെയും അതുപോലെ തന്നെ കുവൈത്തിലെയും ജോർദാനിലെയും ഒക്കെ പ്രതിരോധ സംവിധാനങ്ങൾ താറുമാറായി, അത് നിശ്ചലമായി. ശക്തമായ അടിയാണ് കിട്ടിയത്. പല ബാലിസ്റ്റിക് മിസൈലുകളും നേരിട്ട് ചെന്ന് പതിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരുപാട് ചിത്രങ്ങളും അതുപോലെ തന്നെ ഫോട്ടോകളും ഒക്കെ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു.
എന്തായാലും ഇങ്ങനെ ഇസ്രായേൽ പേടിപ്പിച്ചതിന്റെ ഭാഗമായി ട്രംപ് തുർക്കിയിൽ നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന സമയത്ത് ഖത്തർ കൊടുത്ത വിമാനം അവിടെ ഇട്ടുപോയി. വിമാനവും വേണ്ട, ഒരു കോപ്പും വേണ്ട, തൽക്കാലം ജീവൻ കിട്ടിയാൽ മതി, ഇനി ചർച്ച തുടരാം എന്നതാണ് ട്രംപിന്റെ നിലപാട്. ഇസ്രായേൽ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിച്ചത് ഒന്ന് ഭയപ്പെടുത്തിയാൽ ട്രംപ് എടുത്തു ചാടി ഇസ്രായേലിനെയും കൂട്ടുപിടിച്ച് ഇറാനെ ശക്തമായി ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ ചിന്തിച്ചത്. എന്തായാലും ഇസ്രായേൽ അത്തരത്തിലുള്ള ചില ഉദ്ദേശങ്ങൾ വെച്ച് ആ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വിവരം അമേരിക്കക്ക് കൊടുത്തത്, ഒരു ഇന്റലിജൻസ് വിവരം കൊടുത്തത്. എന്തായാലും ട്രംപ് അതിനൊന്നും തയ്യാറായില്ല. ഇപ്പോൾ അറിയുന്ന വിവരം ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്, ആക്രമിക്കാൻ ഞങ്ങൾ പൂർണ്ണമായും സജ്ജമാണ്, പക്ഷെ തൽക്കാലം ഇനി ആക്രമണമില്ല, അടിയുമില്ല, തിരിച്ചടിയുമില്ല, കിട്ടിയതൊക്കെ ലാഭം, തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, ചർച്ച തുടരാം എന്ന ഒരു നിലപാടിലേക്ക് അമേരിക്ക പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സമയത്ത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ധാരണാപത്രത്തിലെ 3-ാം ഖണ്ഡിക അമേരിക്ക കൃത്യമായി വായിക്കുക. അതായത് ഒരു ഭീഷണിയും ഒരു വിരട്ടലും ഇവിടെ വിലപ്പോകില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയും വിരട്ടിയും ഒക്കെ കാര്യം സാധിക്കാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ വെച്ച പരിപാടി അങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അബ്ബാസ് അരാക്ചിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ആ ധാരണാപത്രത്തിൽ നിങ്ങളാണ് ഒപ്പുവെച്ചത്, ആ ഒപ്പിനെ നിങ്ങൾ തന്നെ മാനിക്കണം, മറ്റാരും ആ ഒപ്പിനെ മാനിക്കാൻ വരില്ല എന്നുകൂടെ അമേരിക്കയെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇറാൻ പറയുന്നത് തൽക്കാലം ഞങ്ങൾ നിർത്തിയിട്ടില്ല, വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അതിന്റെ ലംഘനം നടന്നു കഴിഞ്ഞു, ഞങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് വരും സമയങ്ങളിൽ ആരൊക്കെയാണോ ഇവിടെ അമേരിക്കയെ ഈ തിരിച്ചടികൾക്ക് വേണ്ടി, ഞങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി സഹായിച്ചത്, അവരെയൊന്നും ഞങ്ങൾ വച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. മാത്രമല്ല, യമനിലെ ഹൂത്തികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരും മണിക്കൂറുകളിൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന്. എന്തായാലും ഹൂത്തികൾ പറഞ്ഞ സമയങ്ങളിലൊക്കെ അത്തരത്തിലുള്ള നീക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഇറാനും ഇപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെയുണ്ട്. ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ തുടർച്ചയായി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ളതാണ്. അമേരിക്ക പറയുന്നത് ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നാണ്. പിന്നെ ഇസ്രായേലാണോ ആക്രമിച്ചത് എന്ന ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തിനും കൃത്യമായ മറുപടി ഒന്നും വന്നിട്ടില്ല. ഇവിടെ കുവൈത്തും ബഹ്റൈനും ചേർന്ന് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ സഹായത്തോടു കൂടെ ഇറാനെ ആക്രമിച്ചതായിരിക്കാം എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ആ രാജ്യങ്ങളെ ഇനി ദൈവം തന്നെ കാക്കണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.